ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ ഏട്ടൻ ഓഫാട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒന്ന് പുറത്ത് പോയാലോ. നമുക്ക് ജോധ്പൂരിലെ സ്റ്റെപ്പ് വെൽ വരെ ഒന്ന് പോയി വന്നാലോ. പുറത്ത് പോകണമെന്നേ വിചാരിച്ചുള്ളൂ. എങ്ങോട്ടാ പോകേണ്ടതെന്നൊന്നും ഞങ്ങൾ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോഴാണ് കരുതി ഒന്ന് സ്റ്റെപ്പ് വെൽ വരെ പോയി വന്നാലോ കേട്ടോ. ഇതാണ് ജോധ്പൂരിലെ ഫേമസ് ആയിട്ടുള്ള ഗണ്ടാഗർ മാർക്കറ്റ് കേട്ടോ. ആദ്യം ഇങ്ങോട്ട് വരാമെന്ന് ഞങ്ങൾ വിചാരിച്ചത്. പിന്നെയാണ് വേഗം സ്റ്റെപ്പ് വെല്ലിലേക്ക് മാറ്റിയത്. ഈ കാണുന്നതാണ് ക്ലോക്ക് ടവറെ. ഈ കാണുന്നത് മാർക്കറ്റിൽ നിന്ന് മെഹ്റാൻ ഫോർട്ടിൻ്റെ ഒരു വ്യൂ ആണ്. ഈ മാർക്കറ്റിൽ നിന്ന് ഇടുങ്ങിയ വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പഴയ നീല നിറമുള്ള വീടുകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇതൊക്കെ ഈ ചരിത്രത്തിൻ്റെ അടയാളങ്ങൾ പേറുന്ന കെട്ടിടങ്ങളും നമ്മെ മറ്റൊരു കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന പോലെ നമുക്ക് തോന്നും കേട്ടോ. നമ്മുടെ ഈ ഗണ്ടാഗർ മാർക്കറ്റിൽ നിന്ന് ഏകദേശം ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉള്ളൂ കേട്ടോ നമ്മൾ സ്റ്റെപ്പ് വെല്ലിലേക്ക്. അതായത് ഏകദേശം ഒരു 400 മീറ്ററിൻ്റെ ദൂരം അത്രയേ ഉള്ളൂ കേട്ടോ. ഇവിടുത്തെ വഴികളിലൂടെ നടക്കുമ്പോൾ നമുക്ക് ജോധ്പൂരിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കാട്ടോ. കാരണം അത്ര അതിമനോഹരമാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകൾ. ഓരോ കടകളിലെ വസ്ത്രങ്ങളായാലും കരകൗശല വസ്തുക്കളായാലും ഒത്തിരി കഫേകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഈ വഴി നേരെ പോയാൽ ഗുലാബ് സാഗർ ഭാഗത്തുള്ള ടൂർജി കാ ജൽറ ബാടി കാണാൻ സാധിക്കും കേട്ടോ. ജോധ്പൂരിനെ ഫേമസ് ആക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ ഈ സ്റ്റെപ്പ് വെല്ല്. ടൂർജി കാ ജൽറ എന്നാട്ടോ ഇതിൻ്റെ പേര്. ശരിക്കും എനിക്ക് അങ്ങനെയൊന്നും പറയാനറിയില്ലേ, അതുകൊണ്ട് നമുക്ക് സ്റ്റെപ്പ് വെൽ അത് മതി കേട്ടോ. എൻ്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ 1970 മഹാരാജാവായ അഭയ് സിംഗിൻ്റെ രാജ്ഞി ടൂർജി നിർമ്മിച്ചതാണ് ഈ കിണർ കേട്ടോ. അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഇഷിക്കുട്ടി ഇവിടെ എത്തിയപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയാണ്. അവളിവിടെ കിടന്ന് തുള്ളിച്ചാടിയിരുന്നു. നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഒത്തിരി മീനൊക്കെ ഉണ്ട് കേട്ടോ ഈ കിണറിൽ. പണ്ട് മരുഭൂമി പ്രദേശത്ത് വെള്ളം സംഭരിക്കാൻ വേണ്ടിയിട്ടും ജനങ്ങൾക്ക് മൊത്തം വെള്ളം ലഭിക്കണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടൊക്കെയാണ് ഈ കിണർ നിർമ്മിച്ചത് എന്നൊക്കെയാട്ടോ പറയപ്പെടുന്നത്. ഈ സ്റ്റെപ്പ് വെല്ലിലെ ഏറ്റവും പ്രധാന പ്രത്യേകത എന്താ വെച്ചാൽ രജപുത് ശൈലിയിലുള്ള ശില്പകലയാണ് കേട്ടോ. ഇഷിക്കുട്ടിക്ക് എന്തായാലും ഓടി നടക്കാൻ ഒത്തിരി സ്ഥലമുണ്ട് ഇവിടെ. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടുള്ള കൽപ്പടികളാണ്. ചുവന്ന മണൽക്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതാണ് ഈ കൽപ്പടികളൊക്കെ കേട്ടോ. അതുകൊണ്ട് തന്നെ അന്നത്തെ എൻജിനീയറിങ്ങിൻ്റെ മികവാണ് ഇന്ന് കാണുന്ന സ്റ്റെപ്പ് വെല്ല്. പണ്ട് കാലത്തെ ആൾക്കാർ വെള്ളം എടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കിണറെന്നതിലുപരി ആളുകൾ അവരുടെ ഫ്രീ ടൈമിൽ വന്നൊത്തുകൂടി സംസാരിക്കാനും വിശ്രമിക്കാനൊക്കെ ഉള്ള ഒരു സാമൂഹിക കേന്ദ്രം കൂടിയാക്കി തീർത്തിരുന്നു കേട്ടോ അത്. പിന്നീട് ഇത് ഒരുപാട് കാലം അവഗണിക്കപ്പെട്ട് കിടന്നിട്ടുണ്ട്. പിന്നീട് നവീകരണത്തിന് ശേഷം ഇപ്പോൾ പഴയ പ്രൗഢിയോട് കൂടി തന്നെ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു പ്രധാന കേന്ദ്രമായി മാറിയിട്ടുണ്ട്. അണ്ണന്മാരെ കണ്ട ഈ അണ്ണന്മാരെ പോയി പിടിച്ച അതാ പാവ ഇശിക്കുട്ടിക്ക് പിടിക്ക് പിടിക്ക്. മതി മതി, ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. ഇത് അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന മെഹ്റാൻ ഫോർട്ടിൻ്റെ കാഴ്ചയാണ് കേട്ടോ. അതിമനോഹരമാണ് ഈ അസ്തമയ സൂര്യൻ്റെ പ്രകാശത്തിൽ മെഹ്റാൻ ഫോർട്ടിലേക്ക് നോക്കുമ്പോൾ പ്രത്യേക ഭംഗി തോന്നി കേട്ടോ. കാരണം ഞങ്ങളുടെ എത്തിയപ്പോഴത്തേന് സന്ധ്യയോടെ അടുത്തിരുന്നു. പിന്നെ വീട്ടിലേക്ക് മടങ്ങാനുള്ള പ്ലാനാണ്. കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ജോധ്പൂരിൽ വരുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ സന്ദർശിക്കണം കേട്ടോ. നമ്മളെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷായി കിട്ടാനൊക്കെ ഹെൽപ്പാവും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളെ വീഡിയോ. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ കൂട്ടണേ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടാവും, പൊറുക്കണം.